ഇടവഴിയിലും പാതി വഴിയിലും തളരാതെ ഞാൻ തുടരുവാൻ, ഇടവഴിയിലും പാതി വഴിയിലും തളരാതെ ഞാൻ തുടരുവാൻ, എൻ മുൻപിലും എൻ പിൻപിലും നിൽക്കുന്നേ ദൈവ സാന്നിധ്യം, എൻ മുൻപിലും എൻ പിൻപിലും നിൽക്കുന്നേ ദൈവ സാന്നിധ്യം. എന്നുള്ളിൽ ബലം നൽകി നീ മുൻപോട്ടു പോകുവാൻ, എന്നുള്ളിൽ ബലം നൽകി നീ മുൻപോട്ടു പോകുവാൻ, ഇരയേറുമ്പോഴും തീരം കാണാത്തപ്പോഴും വിളിച്ചവനൻ മുൻപിലുണ്ടേ, ഇരുളും തിരയും മാറുമേ, വിളിച്ചവനൻ മുൻപിലുണ്ടേ, ഇരുളും തിരയും മാറുമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്നത് 34-ാം സങ്കീർത്തനത്തിൻ്റെ 17, 18, 19 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ആമേൻ. ഈ ചില സങ്കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ അതിന് ഏത് വചനം എടുത്ത് പറയണമെന്ന് അറിയത്തില്ല, അത്ര മനോഹരമാണ് ആ വചനങ്ങൾ. ഇവിടെ പറഞ്ഞു കേട്ടോ, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. ഉറപ്പ കേൾക്കും. ഈ ഉൽപ്പത്തി മുതൽ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാലേ എല്ലായിടത്തും പറയാൻ നീതിമാന്മാർ ഉണ്ടെങ്കിൽ രക്ഷിക്കും, വിടുവിക്കും. നീതിമാന്മാരുണ്ടെങ്കിൽ അനർത്ഥത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും, ദേശം വിടുവിക്കപ്പെടും. അപ്പൊ അങ്ങനെ പഴയ നിയമം മുഴുവൻ ഈ നീതിമാന്മാരെ കുറിച്ച് പറയുക. സത്യം പറഞ്ഞാൽ ദാവീദ് പറഞ്ഞു, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ റോമാലേഖനത്തിൽ പറയുകയാണ്, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തു മുഖാന്തരം സൗജന്യമായി ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരുവനെ സ്വർഗം നീതിമാനായിട്ട് പ്രഖ്യാപിക്കുക. പ്രവർത്തിയാലല്ല, വിശ്വാസത്താൽ. യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? ഉറപ്പാ നിങ്ങൾ നീതിമാനാ. അത് സ്വർഗീയ കോടതി പറഞ്ഞിരിക്കുന്ന അമേൻ പ്രഖ്യാപനമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനാണ്. ഹോ, എത്ര ഭാഗ്യകരമായ അവസ്ഥ! കർമ്മത്താലല്ല, പ്രവൃത്തിയാലല്ല, യേശു ക്രിസ്തു എന്ന ഏകനുള്ള വിശ്വാസത്താൽ നിങ്ങൾ സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിലേക്ക് ഇനി നോക്കി ഒന്ന് സ്തോത്രം ചെയ്തേ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. എന്നിട്ട് അടുത്ത വാക്ക്, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഏതെങ്കിലും കുറച്ച് കാര്യത്തെ വിടുവിച്ചെന്നല്ല, സകല കഷ്ടങ്ങളിൽ നിന്നും. അത് പാരമ്പര്യമാണ്, മാറിപ്പോകത്തില്ല. അത് ശൂലമാണ്, അത് മാറിപ്പോകത്തില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയണം, തോട്ടിക്കളയണം. കർത്താവിൻ്റെ വചനം പറയുന്ന സകലത്തിൽ നിന്നും വിടുവിച്ചു. നിങ്ങൾക്കൊരു പൂർണ്ണ വിടുതൽ യേശു ക്രിസ്തുവിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്,
ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ ശാരീരികമായ സുഖങ്ങളൊക്കെ പരിഹരിക്കുവാൻ ഒരു പരിധിവരെയൊക്കെ ഡോക്ടേഴ്സിനും മെഡിസിനും ഒക്കെ കഴിയും. എന്നാൽ മനസ്സിൽ വന്ന മുറിവുകൾ, ഹൃദയത്തിൽ വന്ന മുറിവുകളൊക്കെ പരിഹരിക്കാൻ അവർ കഴിയത്തില്ല. ചിലപ്പോൾ അവർ കൊടുക്കുന്ന മരുന്നുകൾ ചില സൈഡ് എഫക്റ്റുകളുള്ള മരുന്നുകളായിരിക്കും, ഉറക്കത്തിനും ഒക്കെ ആയിരിക്കും. അങ്ങനെ അവർ മാനസികമായിട്ടൊക്കെ തകരുന്നത് അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളും അവർ നേരിട്ട പ്രതിസന്ധികളും അവരുടെ ഹൃദയത്തിൽ വന്ന മുറിവുകളും പ്രിയപ്പെട്ടവരുടെ മരണവും കണ്ട പല ട്രാജഡികളും ചില ആക്സിഡൻറ്റുകളും ചില ഭയങ്ങളൊക്കെ നിമിത്തമായിരിക്കും അവരുടെ മനസ്സ് തകർന്നു പോകുന്നത്, ഹൃദയം മുറിഞ്ഞു പോകുന്നത്. അതിൽ നിന്ന് രക്ഷിക്കാൻ ഒറ്റൊരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് നമ്മുടെ കർത്താവാണ്. സത്യം പറഞ്ഞ കർത്താവ് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു തന്നെ ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടാനാണെന്ന് യെശയ്യാപ്രവാചകൻ 61 പറഞ്ഞിരിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ടെൻഷനോടെയോ ഡിപ്രഷനായിട്ടോ ഒക്കെ അതിൻ്റെ പല വേരിയേഷനായിട്ടൊക്കെ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് കർത്താവ് നിങ്ങളെ വിടുവിക്കുകയാണ്. സ്തോത്രം. എൻ മനമേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ഹോവിൽ പ്രത്യാശ വെക്കുക, അവൻ നിന്റെ മുഖപ്രകാശവും രക്ഷയുമാണ്. ആമേൻ. നിങ്ങളുടെ ഒപ്പം കർത്താവുണ്ട് കേട്ടോ, അടുത്തുണ്ട്. അടുത്ത വചനത്തെ ശ്രദ്ധിച്ച്, നമുക്കിങ്ങനെ ഒത്തിരി സമയം ചെലവഴിച്ച് പോകാൻ അങ്ങ് തോന്നിപ്പോവാ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും. പല പ്രശ്നങ്ങൾ വരാം, പക്ഷേ അടുത്തൊരു വാക്കാണ് വളരെ മനോഹരം. അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങളിലും അവൻ തകർന്നു പോകത്തില്ല, ഒരു പ്രശ്നങ്ങളിലും അവൻ സ്റ്റക്കാകത്തില്ല, ഒരു പ്രശ്നങ്ങളും അവനെ തകർത്ത് കളയത്തില്ല. അവൻ അതിനെല്ലാം പുറത്തു വരും. പുറത്തു വരുമ്പോൾ ഇന്നലെ ഉള്ളതിനേക്കാൾ 1000 മടങ്ങ് ശക്തിയോടുകൂടെ ആയിരിക്കും. ഒരു കഴുകൻ ചിറകുകൾ പുതുക്കി കഴിയുമ്പോൾ ഇന്നലെ പറന്നതിനേക്കാൾ ഒത്തിരി അധികം ഉയരങ്ങളിൽ പറക്കുന്നത് പോലെ ഓരോ പ്രശ്നങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ ബലം കുറയുകയല്ല, അല്പം കൂടെ ദൃഢത, അല്പം കൂടെ ശക്തി ദൈവം കൊടുത്ത് അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇതിനകത്തെ ഒരു ആകത്തുക ഞാൻ നിങ്ങളോട് തരാം. എനിക്ക് ബോധ്യമായത് എല്ലാ വിഷയത്തിനും യേശുക്രിസ്തുവിലൂടെ വിടുതലുണ്ട്. നിങ്ങൾ ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും സ്പെഷ്യലി മാനസികമായും നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കും. നിങ്ങൾക്കറിയുന്ന ആ വിഷയത്തെ കർത്താവ് പരിഹരിക്കാൻ പോവുകയാണ്. ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് ഞങ്ങളെ നീതിമാന്മാരായി കർത്താവെ അങ്ങ് പ്രഖ്യാപിച്ചതിന് നന്ദി പറയുന്നവർക്ക് അങ്ങയുടെ ക്രൂശിലെ സ്നേഹത്താൽ ഞങ്ങളെ കർത്താവ് വിലയ്ക്ക് വാങ്ങി നീതീകരിച്ചതിന് സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങ് കേട്ട് ഉത്തരമരുളുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കും, അങ്ങ് ഞങ്ങളുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കും. ഇന്ന് പകൽക്കാലം കർത്താവെ, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വിടുതലും സ്വാതന്ത്ര്യവും ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാകുന്നു. ഹൃദയം നുറുക്കത്തിൻ്റെ കർത്താവെ മുറിവ് കെട്ടുവാൻ യേശുവെ അങ്ങ് ഞങ്ങളിലേക്ക് വന്നു. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് പകൽ കർത്താവെ ആരെങ്കിലും വിഷാദ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഡിപ്രഷനുകൾ ഹീലാകുവാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, നല്ല ഉറക്കങ്ങൾ ലഭിക്കട്ടെ. കർത്താവെ, ആകുലതകൾ നിമിത്തം ഉറങ്ങുവാൻ കഴിയാത്തവർക്ക് കർത്താവെ അങ്ങ് സമാധാനത്തെ നൽകി സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. ആത്മാവിലും ദേഹിയിലും മനസ്സിലും ശരീരത്തിലും പൂർണ്ണ വിടുതൽ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് ഇന്നത്തെ ദിവസം അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ അയക്കുകയാണ്. അവർ ചെല്ലുന്ന കാര്യമെല്ലാം നടക്കട്ടെ. അവരുടെ ജോലിയിൽ ഒരൊത്തിരി ഉന്മേഷഭരിതരായിരിക്കട്ടെ. ആമേൻ. ജോലി സ്ഥലങ്ങളിലേക്കും പഠനങ്ങളിലേക്കും ഇൻ്റർവ്യൂവിലേക്കും എല്ലാം പോകുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഇന്നവർക്ക് പുതുതായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിപ്പാൻ ഒരു പുതിയ സ്തുതിയും ഒരു പുതിയ നന്മയും കൊടുക്കണമേ. ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളിത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഷലോം.